നമ്മൾ ഇതുവരെ ഈ ചാനലിൽ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തകരമായിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫ്രഞ്ചുകാർ പടച്ചുവിട്ട ഒരു ത്രില്ലർ സിനിമ. ത്രില്ലർ എന്ന് വെച്ചാൽ അടി ഇടി വെടി കുത്ത് അതൊന്നും ആരും വിചാരിക്കരുത്. നല്ല കഥയുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടതെല്ലാം വെറുതെ ആയല്ലോ എന്നുള്ള തോന്നൽ നമുക്കൊരിക്കലും ഉണ്ടാവില്ല. കാരണം മറ്റൊരു രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനായിട്ടൊരു പ്രത്യേക രസമാണ്. ഈ സിനിമയുടെ വൺലൈൻ വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാകും. അതുകൊണ്ട് വളരെ ചുരുക്കി പറയാം. നോവലുകൾ എഴുതാനായിട്ട് ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ എങ്ങനെയും ഒരു നോവൽ എഴുതിയിട്ട് വലിയൊരാളായിട്ട് അറിയപ്പെടണം, അതിനാണ് അവൻ ഇഷ്ടം. അതിനായിട്ട് അവൻ പല പല നോവലുകൾ എഴുതുന്നുണ്ട്. അതെല്ലാം വലിയ വലിയ പബ്ലിഷേഴ്സിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ അവനതൊന്നും പറ്റില്ല. അവൻ എങ്ങനെയും ഒരു വലിയ എഴുത്തുകാരനായേ പറ്റൂ. പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സിനിമയിൽ കണ്ടറിയുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിലും ഞാൻ വൺലൈൻ പറഞ്ഞാൽ കുറച്ച് കൂടുതൽ പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് 2015 റിലീസ് ചെയ്ത എ പെർഫെക്റ്റ് മാൻ എന്ന ഫ്രഞ്ച് സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ വേഗത്തിൽ കാറിൽ എങ്ങോട്ടോ പോവാണ്. എന്തിനാണ് പോകുന്നതെന്ന് അറിയില്ല, എങ്ങോട്ടോ പോവാണോന്നും അറിയില്ല. എന്തായാലും കാറി നലറിയൊക്കെ വിളിക്കുന്നുണ്ട്. മുന്നിലാണെങ്കിൽ വലിയൊരു പാറക്കെട്ടാണ്. വേഗത്തിൽ അതിന് ചെന്ന് ഇടിക്കാൻ നേരം അവിടെ വെച്ച് സ്ക്രീൻ ബ്ലാക്കൗട്ടായി. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇത്രയൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ പറ്റിച്ചാലോ? എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയല്ല, ഹീറോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആളിപ്പോൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നോവൽ എഴുതാനൊക്കെ ഹീറോക്ക് വലിയ ഇഷ്ടമാണ്. ഇതുപോലെ നോവലുകൾ എഴുതി പല പബ്ലിഷേഴ്സിനും അയച്ചു കൊടുക്കാറുണ്ടെങ്കിലും അതൊന്നും അവർ പബ്ലിഷ് ചെയ്യില്ല. നല്ല നോവലാണെങ്കിലല്ലേ അവർക്ക് ഇഷ്ടപ്പെടൂ. എന്തായാലും ഹീറോ അയച്ചു കൊടുക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം തിരിച്ചയക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുക. എന്നിരുന്നാലും നമ്മുടെ ആൾ നോവൽ എഴുതി അയച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു നോവൽ പബ്ലിഷ് ചെയ്താലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. ഹീറോ ഇപ്പോൾ എഴുതുന്ന നോവലിൻ്റെ പേരാണെങ്കിൽ വിദൂരതയിലെ മനുഷ്യൻ എന്നാണ്. അതിൻ്റെ അടിയിൽ പേര് എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോഴാണ് ഹീറോയുടെ പേര് നമുക്ക് മനസ്സിലാവുന്നത്. മാത്യു വസർ. നല്ലൊരു പേരാണ്, ഇതുവരെ കേട്ടുപരിചയമില്ലാത്ത നല്ലൊരു പേര്. നോവൽ എഴുതുന്നതും കഥ എഴുതുന്നതെല്ലാം ഹീറോയുടെ പാഷനാണ്. ആളുടെ ജോലി ഇതല്ല, ശരിക്കും ആളൊരു ക്ലീനിങ് വർക്കിന് പോകുന്ന ഒരു സ്റ്റാഫാണ്. അങ്ങനെ അന്നത്തെ ദിവസം ഹീറോ ഒരു കോളേജിലാണ് ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെണ്ണ് എന്തിനെയോ കുറിച്ച് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുക. നോവലിനെ കുറിച്ചോ മറ്റെന്തോ ആണ് സംസാരിക്കുന്നത്. എന്നിരുന്നാലും ഒന്ന് കേട്ടിരിക്കാന്ന് വിചാരിച്ച് ഹീറോ ആ ശബ്ദം കേട്ട ക്ലാസ് മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സുഗന്ധവും സാഹിത്യവും തമ്മിലുള്ള ബന്ധമാണ് അവൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹീറോ ആണെങ്കിൽ അവൾ ക്ലാസ് എടുക്കുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ജോലി എടുക്കാൻ വന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയി. അവളെയാണോ ഇനിയിപ്പോൾ അവളെടുക്കുന്ന വിഷയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ ഹീറോ നോക്കി നിൽക്കുന്നതെന്ന് അറിയില്ല. അപ്പോഴാണ് നമ്മുടെ ആളുടെ മാനേജർ വന്ന്, മോനെ നിനക്ക് പഠിക്കാനായിട്ട് 10-15 കൊല്ലം വേറെ ഉണ്ടായിരുന്നു. ആ സമയം ഇതുപോലെ തെണ്ടി നടന്നിട്ടല്ലേ ഇപ്പം ഇങ്ങനെ വന്നേ. ഇപ്പം എന്തായാലും നീ ഇങ്ങോട്ട് പോര്, നമുക്കൊരു ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഹീറോ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ ആദ്യം തന്നെ മെയിൽ ബോക്സിൻ്റെ അടുത്തേക്കാണ് ചെന്ന് നോക്കുന്നത്. ഒരു നോവൽ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റിപ്ലൈ എന്തെങ്കിലും വന്നോ, മെയിൽ എന്തെങ്കിലും തിരികെ വന്നോ എന്നറിയാനാണ് പോയി നോക്കുന്നത്. എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അയച്ചിരിക്കുന്ന നോവൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ അയച്ചിരിക്കുന്ന നോവൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സന്നദ്ധരല്ല എന്നാണ് അവർ മെയിൽ അയച്ചിരിക്കുന്നത്. അത് കാണുന്ന ഹീറോ ശോകമൂകനായി തിരികെ റൂമിലേക്ക് വന്നിട്ട് ഇത് അയച്ചു കൊടുത്ത പബ്ലിഷറെ വിളിക്കും. നിങ്ങൾ എൻ്റെ നോവൽ മുഴുവനും വായിച്ചില്ല എന്ന് തോന്നുന്നു, അല്ലാതെ നിങ്ങൾക്ക് ദയയില്ലാതെ ഇതുപോലെ റിപ്ലൈ അയക്കാനായിട്ട് പറ്റില്ല. അവരാണെങ്കിൽ പബ്ലിഷർ ആണെങ്കിൽ ഹീറോ അയച്ചു കൊടുത്ത നോവലിന്റെ പ്രശ്നങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആക്കാണെങ്കിൽ അതൊന്നും കേൾക്കാനുള്ള സമയമല്ല. അവന്റെ മനസ്സിൽ അവൻ അയച്ചു കൊടുത്തിരിക്കുന്ന നോവൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നോവലാണ്. എന്നാൽ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാവുന്ന നേരം പബ്ലിഷർ ഫോൺ കട്ട് ചെയ്യും. അതിന്റെ ദേഷ്യത്തിൽ അവൻ തൊട്ട് മുന്നിലുണ്ടായിരുന്ന ചില്ലിനെ നോക്കി ഒരു ഒറ്റ ഇടിയാണ്. അതെന്തിനാ ഇടിച്ചതെന്ന് അറിയില്ല, എന്തോ ഒരു ദേഷ്യം വന്നപ്പോൾ അങ്ങ് ഇടിച്ചുപോയി. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ഇടിയിൽ ചില്ലങ്ങ് പൊട്ടിപ്പോയി. ഇതിപ്പോൾ അതിലും വലിയ ടെൻഷൻ ആയിരിക്കുകയാണ്. നമ്മുടെ ആളാണെങ്കിൽ ടെൻഷനിൽ ആ വന്നിരിക്കുന്ന മെയിലിലെ പല അക്ഷരങ്ങളും വെട്ടിമാറ്റും. ഇപ്പം അത് വായിക്കാൻ പറ്റുന്നത് നിങ്ങൾ അയച്ചിരിക്കുന്ന നോവൽ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്നാണ്. ഹീറോക്ക് അത്ര ഇഷ്ടമാണ് ഒരു നോവൽ എഴുതി അത് അയച്ചു കൊടുത്ത് പബ്ലിഷ് ചെയ്യുന്ന ഒന്ന് കാണാനായിട്ട്. പക്ഷേ ഇതുവരെ നല്ലൊരു നോവൽ എഴുതാനായിട്ട് ഹീറോയെ കൊണ്ട് പറ്റിയിട്ടില്ല. അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിനങ്ങ് പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. എന്തായാലും അടുത്ത ദിവസം ഹീറോക്ക് ജോലി ചെയ്യാനായിട്ടുള്ളത് ഒരു പട്ടാളക്കാരൻ്റെ വീടാണ്. വലിയൊരു പട്ടാളക്കാരനായിരുന്നു, പക്ഷേ സ്വന്തവും ബന്ധവും എന്ന് പറയാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ ആ വീട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഹീറോക്കാണെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളെല്ലാം വെച്ചിരിക്കുന്ന റൂമാണ് നന്നാക്കാനായിട്ട് കിട്ടുക. ആ റൂമിൽ ചെന്ന് നോക്കുന്നവരാണ് മനസ്സിലാവുക ഒരു യുദ്ധത്തിന് പോകാനായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ആ റൂമിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് പൊടിയെല്ലാം മാറ്റി എങ്ങനെയൊക്കെയോ പേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് അതിൽ നിന്നും ആ പട്ടാളക്കാരൻ്റെ ഫോട്ടോ കിട്ടുക. ആളുടെ പേര് ലിയോൺ വോബൻ എന്നാണ്. ഈ ഫ്രഞ്ചുകാരുടെ പേരൊക്കെ അല്ലെങ്കിലും കേൾക്കാനായിട്ട് പ്രത്യേക രസമാണ്, ലിയോൺ വോബൻ. എന്തായാലും നമ്മുടെ ആളതെല്ലാം മാറ്റി വെച്ച് വീണ്ടും വീണ്ടും ആ റൂമിൻ്റെ പല ഭാഗങ്ങളും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അലമാരയുടെ മേലെ നിന്നും കുറച്ച് സാധനങ്ങൾ താഴെ വീഴുക. അതിൽ നിന്ന് ആ പട്ടാളക്കാരൻ്റെ മറ്റൊരു ഫോട്ടോയും കൂടെ കിട്ടും. 1988 അൾജീരിയയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണത്. അതിന്റെ കൂടെ തന്നെയാണെങ്കിൽ ഒരു ഡയറി കൂടെ കിടക്കുന്നുണ്ട്. ഹീറോ അത് തുറന്നു നോക്കുന്നവരാണ് മനസ്സിലാവുക അങ്ങേരുടെ ഒരു ഓർമ്മക്കുറിപ്പാണ്, ഒരു ഡയറിയാണത്. അതിലെ ആദ്യത്തെ പേജ് തന്നെ ഹീറോ വായിക്കുന്ന നേരം ഹീറോ ചെറുതായിട്ടൊന്ന് ഞെട്ടും. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ രാവിലെ തന്നെ ഒരാളെ ഷൂട്ട് ചെയ്ത് കൊന്നു. 2 ബുള്ളറ്റാണ് ഞാൻ അങ്ങേരുടെ ദേഹത്തേക്ക് തൊടുത്തു വിട്ടിരുന്നത്. എൻ്റെ ഡയറിയിലൊക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിലും ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു എന്നായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരാളെ കൊന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ആളാണെങ്കിൽ അത് വായിച്ചു നോക്കുന്ന നേരത്ത് അതിൻ്റെ എഴുത്തുകൾക്കെല്ലാം എന്തോ ഒരു പ്രത്യേകത. വലിയ വലിയ സാഹിത്യകാർ എഴുതുന്ന പോലെയാണ്
അത് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഡയറി കുറിപ്പിന് അങ്ങനെ ഒരു പേരും കൊടുത്തിട്ടുണ്ട്, ഒരു യോദ്ധാവിന്റെ അൾജീരിയയിലെ ഓർമ്മക്കുറിപ്പുകൾ, അങ്ങനെയാണ് പേര് കൊടുത്തു വെച്ചിരിക്കുന്നത്. അത് വായിക്കാൻ തുടങ്ങുന്ന മാത്യു, നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് വായിച്ച് അവിടെ തന്നെ ഇരുന്ന് പോകും. കുറേ സമയം ജോലിയൊന്നും ചെയ്യാതെ അതങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് മാനേജർ കയറി വരുന്നത്. എടാ, ഇനിയേലും നിനക്കൊന്ന് ജോലി ചെയ്തൂടെ? എവിടെന്നേലും ഒരു പുസ്തകം കിട്ടിയാൽ അതിന്റെ പക്കം പിടിച്ചിരുന്നോളൂ, നീ എന്റെ ജോലിയും കൂടെ പൊക്കി തരുമോ? നമ്മുടെ ആൾ പെട്ടെന്ന് തന്നെ പുസ്തകങ്ങളെല്ലാം മാറ്റി വെച്ച് അവിടുന്ന് ജോലി ചെയ്യും. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്ന നേരത്ത് നമ്മുടെ ആള് ആ പുസ്തകം കൂടെ, ആ ഡയറി കുറിപ്പ് കൂടെ പൊക്കിയിട്ടുണ്ട്. അന്ന് രാത്രി ഹീറോ ഒറ്റ ഇരിപ്പിനാണ് അതെല്ലാം വായിച്ചു തീർക്കുക. വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല. അതുപോലെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഒരു യഥാർത്ഥ യോദ്ധാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങേർക്കുണ്ടായ അനുഭവങ്ങളും അങ്ങേര് കൊന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ വായിച്ച് തീർന്നിട്ടേ നമ്മൾ ആ പുസ്തകം താഴെ വെക്കൂ. അത് വായിച്ച് കഴിയുന്ന മാത്യു ആണെങ്കിൽ എന്തെല്ലാമോ ചിന്തിച്ച് വെക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ മാനേജർ വിളിച്ച് പറയും, എനിക്ക് ജോലിക്ക് വരാൻ പറ്റില്ല, എനിക്ക് സുഖമില്ല, മിനിമം 2 ദിവസമെങ്കിലും എനിക്കൊരു ലീവ് വേണമെന്ന് പറയുമ്പോൾ അവന് ലീവ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മാത്യു അപ്പം തന്നെ അവന്റെ വിദൂരതയിലെ മനുഷ്യൻ എന്ന നോവൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം മാറ്റിയിട്ട് അവിടേക്ക് ലിയോൺ വോബന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ടൈപ്പ് ചെയ്ത് കയറ്റുന്നത്. അങ്ങനെ രാവും പകലും ഇല്ലാതെ 2 ദിവസം കൊണ്ടാണ് ആ ഓർമ്മക്കുറിപ്പ് അവൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു നോവൽ പോലെ അവൻ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് കയറ്റുന്നത്. ആ ഓർമ്മക്കുറിപ്പിൽ നിന്ന് അവൻ ഒരു അക്ഷരം പോലും മാറ്റിയിട്ടില്ല. അതെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൻ കമ്പ്യൂട്ടറിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ ആ നോവലിന് ആ ഓർമ്മക്കുറിപ്പിൽ നിന്ന് തന്നെ ഒരു പേരും ചുരണ്ടിയെടുക്കും, കറുത്ത മണൽ. അങ്ങനെയാണ് അവൻ പേര് കൊടുത്ത് വെച്ചിരിക്കുന്നത്. അവസാനമായിട്ട് അവന്റെ പേരും മാത്യു വസർ. അന്ന് രാവിലെ തന്നെ അതെല്ലാം പ്രിന്റ് ആക്കിയിട്ട് ഒരു മെയിലിൽ ഏതോ ഒരു പബ്ലിഷർക്ക് അയച്ചു കൊടുക്കും. ഇതെങ്കിലും അവർ എടുത്താൽ മതിയായിരുന്നു എന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആൾ വീണ്ടും ജോലിക്കായിട്ട് പോവുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത്. എടുത്ത് നോക്കുന്ന നേരത്ത് ആ പബ്ലിഷറാണ് വിളിക്കുന്നത്. ഈ മെയിലായിട്ട് അയച്ചു കൊടുത്തില്ലായിരുന്നോ നോവല്, അത് കിട്ടിയ പബ്ലിഷറാണ് വിളിക്കുന്നത്. നിങ്ങളല്ലേ മാത്യു വസർ? നിങ്ങൾ അയച്ചിരിക്കുന്ന ഈ നോവലിന്റെ ഏതെങ്കിലും കോപ്പി നിങ്ങൾ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തിരുന്നോ? ഇല്ല, ഞാൻ മറ്റാർക്കും അയച്ചു കൊടുത്തില്ല എന്ന് പറയുന്ന നേരം അയാൾ പറയും, ഇത്ര ഭംഗിയായിട്ടുള്ളൊരു ആഖ്യാന ശൈലി ഞാൻ ഇതടുത്ത് എവിടെ നിന്ന് വായിച്ചിട്ടില്ല. നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുന്ന നേരം 26 എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അങ്ങേര് വീണ്ടും ഞെട്ടും. 26 വയസ്സുള്ള നിങ്ങൾ ഇതൊന്നും നേരി കാണാതെ നേരി കണ്ട പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സത്യം പറയാലോ, എനിക്ക് നിങ്ങളിൽ അസൂയ തോന്നുന്നുണ്ട്. ഈ നോവലിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനായിട്ട് നമുക്ക് ബുധനാഴ്ച ഒന്ന് കണ്ടുമുട്ടിയാലോ എന്ന് ചോദിക്കുന്ന നേരം മാത്യു ആണെങ്കിൽ ഓക്കെ പറയാനായിട്ട് നിൽക്കുന്ന നേരമാണ് അവൻ അത് മാറ്റി പറയാം. നമുക്ക് ഈ മാസം അവസാനം കണ്ടാലോ? അത് കേൾക്കുന്ന അയാളും സമ്മതിക്കും. ഓക്കെ, നമുക്ക് അവസാനം കാണാം, പക്ഷെ അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഇതിന്റെ കോപ്പി മറ്റാർക്കും കൊടുക്കരുത്. ഇല്ല ഇല്ലെന്ന് പറഞ്ഞ് മാത്യു ആ കോൾ കട്ട് ചെയ്യും. അപ്പോഴവന്റെ മുഖത്തൊരു സന്തോഷം വരുന്നുണ്ട്. അവൻ ഇതുവരെ ഇതുപോലെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന മാത്യു ആ നോവൽ ഒന്നുകൂടെ വായിച്ചു തീർക്കും. അതിലെന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ അതെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഐഡിയ വേണ്ടേ? 1958 അൾജീരിയയിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ ഓരോ സ്ഥലങ്ങളിൽ നിന്നും വായിക്കും. ലൈബ്രറിയിൽ പോയിട്ട് അവിടെ നിന്നും പുസ്തകങ്ങളെല്ലാം എടുത്ത് വായിക്കും. അങ്ങനെ ആ ഓർമ്മക്കുറിപ്പിലുണ്ടായിരുന്ന പേരുകൾ, വർഷങ്ങൾ, സ്ഥലങ്ങൾ അതെല്ലാം അവൻ കാണാതെ പഠിക്കുകയാണ്. ഇതെല്ലാം ചോദിച്ചാൽ അവൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു തട്ടിപ്പ് പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അത് മനസ്സിലാവാതിരിക്കാനാണ് അവൻ ആ പബ്ലിഷറോട് 1 മാസം പറഞ്ഞത്. ഈ 1 മാസം കൊണ്ട് അവൻ ഇതെല്ലാം വായിച്ച് പഠിക്കാലോ. ജോലി എടുക്കുന്ന സമയത്തും അന്തക്കാലത്ത് അൾജീരിയയിൽ സംഭവിച്ച കാര്യങ്ങളാണ് അവൻ ഓഡിയോ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അവൻ അൾജീരിയയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പഠിക്കുകയാണ്. അങ്ങനെ 1 മാസം കൊണ്ട് അവൻ ആ നോവലിലെ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കും. അതിലെ പേര്, വർഷം, സ്ഥലങ്ങൾ. ഇനി ആര് ചോദിച്ചാലും അവനൊന്നിനും മുട്ടാനായിട്ട് പോകുന്നില്ല. അവസാനം തെളിവുകളെല്ലാം നശിപ്പിക്കാനായിട്ട് ലിയോൺ വോബന്റെ ആ ഓർമ്മക്കുറിപ്പും അങ്ങേരുടെ ഫോട്ടോയും കൂടെ അവൻ ബാത്ത് ടബിലിട്ട് കത്തിച്ച് കളയും. അത് കാണുന്ന നേരത്താണ് വിഷമാവുന്നത്. ഇത്രയും വലിയൊരു എഴുത്തുകാരനെ ഈ ലോകമൊന്നും അറിഞ്ഞു പോയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. മാത്യുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും 4 പേര് അറിഞ്ഞു കിട്ടിയാൽ മതി. അവൻ അതിനു വേണ്ടിയാണ് ഇത്രയും കാലം എഴുതിക്കൊണ്ടിരുന്നത്, ഇത്രയും കാലം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തായാലും അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ ആളുടെ നോവൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു. അതാണെങ്കിൽ മാർക്കറ്റിൽ വമ്പൻ വിറ്റഴിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോവൽ വായിക്കാനായിട്ട് കയ്യിലെടുത്ത ആളുകളെല്ലാം അത് വായിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ താഴെ വെച്ചിട്ടുള്ളൂ. അത്രയും ഡിമാൻഡാണ് ആ നോവലിന് ഇപ്പോൾ കിട്ടുന്നത്. ഈ ഒരൊറ്റ നോവൽ കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ പ്രശസ്തിയുടെ വലിയൊരു കുന്നിലാണ്, വലിയൊരു മലയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വലിയ വലിയ ആളുകളെല്ലാം വിളിക്കുന്നു, വലിയ വലിയ എഴുത്തുകാർ വിളിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു, ഇനിയും എഴുതണം, ഇനിയും കാണണം എന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ ആയിട്ട് ഹീറോ ഇപ്പോൾ വലിയൊരു പണക്കാരനാണ് ആയിരിക്കുന്നത്. ഈ നോവൽ വലിയ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ഹീറോയുടെ വക എല്ലാവർക്കും ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട്. ആ പബ്ലിഷേഴ്സും എല്ലാവരും എഴുത്തുകാരും എഴുത്ത് വായിക്കുന്ന ആളുകളുമായിട്ട് എല്ലാവരും ആ പാർട്ടിക്കായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. അവിടുന്ന് ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ ശൈലിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ എഴുതി തുടങ്ങിയപ്പോഴേ ഇതേ ശൈലിയിൽ എന്നെയാണോ അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്? ഹീറോ അതിനോരോ ന്യായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഫ്രഞ്ചിലെ ഏതോ ഒരു വലിയ എഴുത്തുകാരൻ്റെ ശൈലിയിലാണ്. അതാണെങ്കിൽ നമ്മുടെ ആൾക്ക് അറിയില്ല. ഒരാളത് ചോദിക്കുന്ന നേരത്ത് ഹീറോ പറയും, ഞാൻ അങ്ങനെ എഴുതിയിരുന്നു, ഞാൻ അങ്ങേരുടെ വലിയൊരു ആരാധകനാണ്. അങ്ങേര് ആരാന്ന് ഹീറോക്ക് അറിയുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ അറിയാനുള്ള ചാൻസ് ഉണ്ട്, വലിയൊരു എഴുത്ത് ഇഷ്ടപ്പെടുന്ന ആളല്ലേ. പക്ഷെ ആദ്യം ഹീറോക്ക് അത് മനസ്സിലായില്ല. അവർ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്നിരുന്നാലും അവരോട് എങ്ങനെയൊക്കെയോ സംസാരിച്ച് പിടിച്ച് നിൽക്കുന്ന നേരത്താണ് ദൂരെയായിട്ട് അവൻ ആദ്യം കണ്ടിരുന്ന ഒരു ചേച്ചിയില്ലായിരുന്നോ, സാഹിത്യവും സുഗന്ധവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു ചേച്ചി. ആ ചേച്ചിയെ കാണുന്നത്. അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെല്ലും. അവൻ അവളോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. എന്നാൽ അവൾക്ക് മനസ്സിലായിട്ടില്ല ഇതാണ് ഈ വലിയ നോവൽ എഴുതിയിരിക്കുന്ന മാത്യു വസർ എന്നുള്ള കാര്യം. അവൾ അവനോട് ചോദിക്കും, നിങ്ങൾ ആ നോവൽ വായിച്ചോ? അത് വായിക്കാനായിട്ട് കയ്യിലെടുത്താൽ പിന്നെ വായിച്ച് കഴിഞ്ഞ് നമ്മൾ താഴെ വെക്കും. അപ്പോഴാണ് ഒരു ഇന്റർവ്യൂ
ഇന്റർവ്യൂവർ വന്ന് നിങ്ങൾക്ക് ഇന്ന് സമയമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക ഈ വലിയ നോവൽ എഴുതിയിരിക്കുന്ന മാത്യു വസറാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം. എന്തായാലും അവിടുന്ന് ഹീറോ ഫോട്ടോഷൂട്ടും പിന്നെ വലിയ വലിയ അംഗീകാരങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഹീറോ വലിയൊരു പണക്കാരനാകും. ഇപ്പം 3 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. നമ്മുടെ ആക്കി ഇപ്പം കാറുണ്ട്, കണ്ണടിയുണ്ട്, വാച്ചുണ്ട്. പിന്നെ അവൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു പെണ്ണില്ലായിരുന്നു, അവളും അവൻ്റെ കൂടെയുണ്ട്. അവളുടെ പേര് ആലീസ് എന്നാണ്. അവനിപ്പോൾ അവളെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ രണ്ടുപേരും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിലേക്കാണ്. അങ്ങനെ പാരീസിൽ നിന്നും കുറേ ദൂരം യാത്ര ചെയ്താണ് അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിൽ അവരെത്തുമ്പോൾ തന്നെ അവർ രണ്ടുപേരും കൂടെ അവരെ സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റിയിരുത്തും. അവളുടെ അച്ഛനാണെങ്കിൽ പഴയ പഴയ ഗണ്ണുകളോടും അതുപോലെ തന്നെ പഴയ പുസ്തകങ്ങളോടും ഒക്കെ കമ്പുള്ള ഒരു മനുഷ്യനാണ്. ആ വീട്ടിൽ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഗണ്ണുകളും പുസ്തകങ്ങളുമാണ് കിടക്കുന്നത്. അവിടെയുള്ള പല ഗണ്ണുകളും അങ്ങനെ വലിയ വലിയ ലേലങ്ങളെല്ലാം വിളിച്ചെടുത്തിരിക്കുന്നവയാണ്. അവർ രണ്ടുപേരും കൂടെ അത് നോക്കി നിൽക്കുന്ന നേരത്ത് ആലീസ് പറയും നമുക്ക് തൊട്ടടുത്തുള്ള ബീച്ചിലേക്കൊന്ന് പോയാലോ. എന്നിട്ട് അവനെയും കൂട്ടിയിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന കടൽ തീരത്തേക്ക് ചെല്ലും. അവിടെ ചെറിയൊരു ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് റൂമുണ്ട്. അവർ രണ്ടുപേരും കൂടെ ആ സ്റ്റോറേജ് റൂമിലേക്ക് കയറി നിന്ന് അവിടുന്ന് തമ്മിലൊരു കൊടുത്ത് സംസാരിക്കാൻ നിൽക്കുന്ന നേരത്താണ് ഹീറോയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. വിളിച്ചിരിക്കുന്നത് പബ്ലിഷറാണ്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വലിയൊരു നോവൽ എഴുതിയത് കൊണ്ട് തന്നെ അടുത്ത നോവൽ എഴുതാനായിട്ട് ഹീറോക്ക് അവർ കുറച്ചധികം കാശ് മുൻകൂറായിട്ട് കൊടുത്തു. മാത്യു ആണെങ്കിൽ പുതിയ നോവൽ എഴുതുകയും ചെയ്തില്ല, വാങ്ങിച്ച കാശാണെങ്കിൽ തീർക്കുകയും ചെയ്തു. ഇപ്പോഴാകെ വഴി മുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇനി ഞങ്ങൾ കാത്തിരിക്കാൻ പറ്റില്ല, ഒരാഴ്ചക്കുള്ളിൽ നോവൽ കിട്ടണമെന്ന് പറയുന്ന നേരം അതെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എഴുതി തരാമെന്ന് മാത്യു പറയുകയും ചെയ്യും. ശരിക്കും അവൻ ഇതുവരെ ഒരു നോവൽ എഴുതി തുടങ്ങിയിട്ട് പോലുമില്ല. അവൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെയുള്ളത് അവൻ ആദ്യമേ എഴുതിക്കൊണ്ടിരുന്ന വിദൂരതയിലെ മനുഷ്യൻ എന്ന നോവലാണ്. അതുമാത്രമാണ് അവൻ്റെ കയ്യിലുള്ളത്. ഇതെല്ലാം വെച്ച് അവൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അന്നേരം ആലീസ് വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന നേരം നമ്മുടെ ആൾ പറയും പ്രശ്നമൊന്നുമില്ല. എന്നാൽ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്നുകൂടെ വെച്ചാലോ എന്ന് ചോദിച്ച് അവരെ വീണ്ടും കിസ് ചെയ്യും. ഇതെന്താണെന്നറിയില്ല, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പിന്നെ കിസ്സാണ്. ഇതുപോലൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആരുടെയും അറിവിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടോ? എന്തായാലും അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഇന്നാണെങ്കിൽ ആലീസിന്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് അവർ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ. നമ്മുടെ ആളാണെങ്കിൽ കുളിച്ച് മാറ്റി അങ്ങേർക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു പുസ്തകം എല്ലാം പേക്ക് ചെയ്ത് നടുവിലകത്തേക്ക് വരുന്ന നേരത്താണ് ഒരു പുതിയ മുഖം. അതാരാന്ന് വെച്ചാൽ ആലീസിന്റെ സ്വന്തം ചേട്ടനല്ല, ഒരു കസിൻ ചേട്ടനാണ്. അച്ഛൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്ന് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ ആളെ കാണുമ്പോൾ തന്നെ അവരെല്ലാവരും പരിചയപ്പെടും. ശരിക്കും ഹീറോ അവളെ കല്യാണം കഴിച്ചത് ഈ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ പിന്നെ അവർ മെല്ലെ മെല്ലെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. അങ്ങനെ അവരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് കസിൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു വലിയ പുസ്തകം എടുത്ത് അച്ഛന് കൊടുക്കുന്നത്. അച്ഛന് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. 1800 കാലഘട്ടങ്ങളിൽ ഫ്രഞ്ചിൽ ഏതോ ഒരു വലിയ എഴുത്തുകാരൻ എഴുതിയ പുസ്തകത്തിന്റെ ആദ്യത്തെ കോപ്പിയാണത്. അത് കിട്ടുന്ന അച്ഛന് വലിയ സന്തോഷമാവും. എന്നാൽ ഹീറോയുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ചെറിയൊരു പുസ്തകമാണ്, വലിയ വിലമതിപ്പൊന്നും ഇല്ലാത്ത ചെറിയൊരു പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ പുസ്തകം കാണുന്നത് കൊണ്ട് തന്നെ ഹീറോ അത് കൊടുക്കില്ല, മറച്ചു വെക്കും. എന്നാൽ അന്ന് രാത്രി അവരെല്ലാവരും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന നേരത്ത് ഹീറോക്ക് അതിൽ വലിയ സന്തോഷമല്ല. കാരണം അന്നത്തെ ദിവസം കസിൻ തൂക്കി. അതുകൊണ്ട് തന്നെ ഹീറോ പുറത്ത് നിന്ന് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, അടുത്തൊരു നോവൽ എഴുതാതെ നല്ലൊരു നോവൽ എഴുതാതെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ഹീറോ നോവൽ എഴുതാനായിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം നല്ലപോലെ നടക്കുന്നുണ്ടെന്നല്ലാതെ ഒരു നോവൽ എഴുതാനായിട്ട് ഒരു നോവൽ കിട്ടാനായിട്ട് ഹീറോക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാനം ഹീറോയുടെ പഴയ നോവലില്ലേ വിദൂരതയിലെ മനുഷ്യൻ, ആ നോവലെടുത്ത് അതിൽ ഹീറോയുടെ പേര് മാറ്റിയിട്ട് ഹീറോയുടെ കൂട്ടുകാരൻ്റെ പേര് എഴുതിയിട്ട് അത് പ്രിന്റ് ചെയ്തെടുക്കും. എന്നിട്ട് ഭാര്യയെ കാണാൻ ചെല്ലുന്ന നേരം അവളാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിയെല്ലാം കഴിഞ്ഞ് വെയിലെല്ലാം കൊണ്ട് കിടക്കുകയാണ്. അവളോടൊന്നും സംസാരിക്കാതെ ഹീറോ അവളുടെ സിഗരറ്റ് ബോക്സ് എടുത്ത് തിരിച്ച് റൂമിലേക്ക് തന്നെ വരും. കുറച്ച് കഴിയുമ്പോഴാണ് ഭാര്യ വന്ന് എൻ്റെ സിഗരറ്റ് കാണുന്നില്ല, ഞാൻ നിങ്ങളുടെ വേഗം എടുത്തോട്ടെ എന്ന് ചോദിക്കുക. എടുത്തോന്ന് പറയുന്ന നേരം അവൾ ചെന്ന് എടുക്കുന്ന നേരത്താണ് അതിൽ നിന്ന് ഹീറോയുടെ പഴയ നോവൽ വിദൂരതയിലെ മനുഷ്യനെ കിട്ടുക. ഇത് ആരെഴുതിയ നോവലാന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും അതെൻ്റെ കൂട്ടുകാരൻ എഴുതിയതാണ്, എന്നോട് അഭിപ്രായം പറയാനായിട്ട് തന്നതാ, ഇതുവരെ വായിച്ചിട്ടില്ല എന്ന് പറയും. എന്നാൽ പിന്നെ ഞാൻ വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുന്ന നേരം ഹീറോ സമ്മതിക്കും. അങ്ങനെ അവൾ അതുമായിട്ട് പോകുന്ന നേരം ഹീറോ വിചാരിച്ചെല്ലാം നടന്നു. ശരിക്കും മാത്യുക്ക് അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അവൾ ആ നോവൽ എടുക്കണം, വായിച്ചു നോക്കണം, അതിൻ്റെ അഭിപ്രായം പറയണം. നല്ല നോവലാണെങ്കിൽ ഹീറോയുടെ പേരിൽ തന്നെ അത് പബ്ലിഷ് ചെയ്യും. ഇല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാകും ഹീറോക്ക് ഒരു നോവൽ പോലും എഴുതാൻ അറിയില്ല, എന്തോ ഒരു തരികിടയിൽ കൂടെ എങ്ങനെയോ ഒരു നോവലുകാരനായി പോയതാണ്. അങ്ങനെ അന്ന് രാത്രി അവരെങ്ങോട്ടോ പോകാൻ നിൽക്കുന്ന നേരം ഹീറോ അവളോട് ചോദിക്കും നീ ആ നോവൽ വായിച്ചിരുന്നോ, എങ്ങനെയുണ്ട്? ഇതുവരെ വായിച്ചിട്ട് വലിയ രസമൊന്നുമില്ല, ആർക്കോ വേണ്ടി ഒരു പ്രചോദനവും കിട്ടാതെ എന്തിനോ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു നോവൽ. അത് കേൾക്കുന്ന ഹീറോക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു കച്ചിത്തുരുമ്പാണ്, അതും ഇപ്പോൾ പോയിരിക്കുകയാണ്. അടുത്ത ദിവസമാണെങ്കിൽ ഹീറോക്ക് ബാങ്കിൽ നിന്നും കോൾ വരുന്നുണ്ട്. വലിയൊരു എഴുത്തുകാരനായതുകൊണ്ട് തന്നെ ബാങ്കുകാർ കുറേ ലോണുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നോവൽ എഴുതിയിട്ട് അതൊന്നും ഇതുവരെ തിരിച്ചടയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബാങ്കുകാരും പെട്ടെന്ന് തന്നെ പൈസ അടയ്ക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന ഹീറോക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്ന് തന്നെ കാറും എടുത്തുകൊണ്ട് ഏതോ ഒരു കാട്ടിലേക്കാണ് വരുന്നത്. അവിടെ നിന്ന് കാറിന്റെ ചില്ലിന് തല ഇടിച്ച് പൊട്ടിക്കും. കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് ഒരു മരത്തിന് അടിച്ച് പൊട്ടിച്ച് ഒരു കമ്പി എടുത്ത് കാറിന്റെ ചില്ലെല്ലാം ഇടിച്ച് പൊളിച്ച് അതിന്റെ കീയും എടുത്ത് ഒരൊറ്റ ഏറാണ്. എല്ലാം കഴിഞ്ഞ് ആക്രമിക്കപ്പെട്ട ഒരാളെ പോലെ ഏതോ ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഹീറോ ചെല്ലുന്നത്. വിവരം കേട്ട എല്ലാവരും അവിടെ എത്തുമെങ്കിലും ഹീറോക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. പോലീസുകാരാണെങ്കിൽ എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയാ ആരൊക്കെയോ വന്ന് എന്നെ ആക്രമിച്ചു എന്നാണ്. പോലീസുകാർക്കാണെങ്കിൽ വേറെ ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. അവരെല്ലാവരും വിചാരിക്കുക ഹീറോയെ
നമ്മളെ ശരിക്കും ആരോ ആക്രമിച്ചു എന്നാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന നേരം പബ്ലിഷറാണ് വിളിക്കുന്നത്. അങ്ങേര് കേട്ടിട്ടുണ്ട് നമ്മുടെ ഇതുപോലെ ആക്സിഡന്റ് പറ്റിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഹീറോയ്ക്ക് നോവൽ എഴുതാനായിട്ട് 2 മാസം കൂടെ അധികം സമയം കൊടുത്തിട്ടുണ്ട്. കാരണം കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിച്ചു പോയില്ലേ. അങ്ങനെ കോള് കട്ട് ചെയ്യുന്ന നേരത്താണ് ഹീറോക്ക് മറ്റൊരു കോള് വരുന്നത്. അത് ആരാന്ന് നോക്കാൻ ഹലോ എന്ന് പറഞ്ഞു വെക്കുന്ന നേരം അപ്പുറത്തുള്ള ആളൊന്നും സംസാരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ റേഞ്ച് കിട്ടാഞ്ഞിട്ടുള്ള പ്രശ്നം വേറെ എന്തെങ്കിലും ആണോ അതും അറിയില്ല. ഈ സ്ഥലത്ത് റേഞ്ച് പല സമയത്തും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വീടിനകത്തേക്ക് വരുന്ന നേരത്ത് അച്ഛൻ അവനോട് സംസാരിക്കും. നിനക്ക് ഈ കിട്ടിയിരിക്കുന്നതെല്ലാം നിന്റെ പാരമ്പര്യ സ്വത്തുകളല്ല, ഇതെല്ലാം നീ ഉണ്ടാക്കി എടുത്തതാണ്. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. ആദ്യമൊക്കെ നീ എൻ്റെ മകളെ പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് നിന്നിൽ എന്തൊരു അഭിമാനമാണ് തോന്നുന്നത്. എന്നാൽ അങ്ങേർക്ക് അറിയില്ല ഈ അഭിമാനം എത്ര നാളത്തേക്ക് ഹീറോക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പോഴാണ് അങ്ങേര് എഴുന്നേറ്റ് പോകാൻ നേരത്താണ് നിനക്ക് വേണ്ടി ഒരു കത്ത് വന്നിരുന്നു, ഞാനത് എടുത്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുക്കുക. നേരത്തെ പബ്ലിഷർ ഇതുപോലൊരു കത്ത് അയക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് തുറന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അതിൽ വന്നിരിക്കുന്നത് ആ പട്ടാളക്കാരൻ്റെ ഫോട്ടോയാണ്, ലിയോൺ വോബൻ്റെ ഫോട്ടോ. അതാണെങ്കിൽ ആരാണ് ഇങ്ങോട്ട് അയച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഹീറോ ഇത്ര കാലം വിചാരിച്ചിരുന്ന ഈ ഒറ്റ കാര്യം ഹീറോക്ക് മാത്രമേ അറിയുന്നായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, അതറിയുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. നമ്മുടെ ആൾ പേടിച്ച് ആ മെയിൽ ഒളിപ്പിച്ചു വെക്കും. അടുത്ത ദിവസം മാത്യു ഒരു വായനശാലയിൽ വന്ന് അവൻ്റെ നോവൽ വാങ്ങുന്ന ആളുകൾക്കെല്ലാം അവൻ്റെ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്ന് നോവൽ കൊടുക്കുന്ന നേരം ഇത് ആർക്ക് വേണ്ടിയാന്ന് ചോദിക്കുക. അന്നേരം അങ്ങേര് പറയും ലിയോൺ വോബന് വേണ്ടി. അത് കേൾക്കുന്ന നമ്മുടെ ആൾ പേടിച്ച് ആ മുഖത്തേക്ക് നോക്കുന്ന നേരം കുറച്ച് പ്രായമായിട്ടുള്ളൊരു മനുഷ്യൻ. കണ്ടാൽ തന്നെ മനസ്സിലാകും അങ്ങേര് പട്ടാളത്തിലെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങേര് പറയും എനിക്കും നിനക്കും അറിയാവുന്ന ഒരാളാണ് ലിയോൺ വോബൻ. മാത്യു പെട്ടെന്ന് തന്നെ ഒപ്പിട്ട് കൊടുത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാവുമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞയക്കും. അങ്ങേരാണെങ്കിൽ നേരെ അവൻ്റെ ഭാര്യയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവളോട് എന്തെല്ലാമോ സംസാരിക്കുന്നുണ്ട്. ഇനിയെങ്ങാൻ അവനെക്കുറിച്ച് എന്തോ സംസാരിക്കുകയാണോ എന്നറിയാനായിട്ട് മാത്യു നിൽക്കപ്പൊറുതി ഇല്ലാതെ അങ്ങോട്ട് ഓടിച്ചെല്ലും. അന്നേരം അയാൾ പറയും നിന്റെ ഭാര്യ പറയുന്നത് നീ ഇതെല്ലാം നേരി കണ്ട പോലെയാണ് എഴുതിയത്, അതുപോലെ നിനക്കൊരു കഴിവുണ്ടെന്നാണല്ലോ പറയുന്നത്. മാത്യു ആണെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് നിൽക്കുന്നത്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. മാത്യു ആണെങ്കിൽ അപ്പം തന്നെ അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കും, കാറിൽ പറഞ്ഞയക്കും. എന്നാൽ നേരത്തെ കണ്ട പട്ടാളക്കാരനില്ലായിരുന്നോ ആശാൻ അവിടെ തന്നെ മാത്യുവെ കാത്തു നിൽക്കുകയാണ്. മാത്യു അങ്ങേരുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അങ്ങേര് ചോദിക്കും മാത്യു നീ ഒരു പ്രതിഭയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മരിച്ചുപോയവൻ്റെ ഓർമ്മകളാണ് നീ മോഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും എനിക്ക് 50,000 യൂറോ വേണം. ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഏകദേശം 46 ലക്ഷം രൂപയുടെ അടുത്ത് വരും. മാത്യു പറയും എനിക്ക് അത്രയും തരാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ അത്രയും കാശില്ല. എന്നാൽ പിന്നെ നിന്റെ ഭാര്യ വീട്ടുകാരോട് ചോദിച്ചാൽ മതി. അതിനൊന്നും പറ്റില്ല എന്ന് പറയുന്ന നേരം അങ്ങേര് പറയും എന്നാൽ പിന്നെ എൻ്റെ കയ്യിൽ 2 വഴികളുണ്ട്. ഒന്ന്, നീ സത്യങ്ങളെല്ലാം ജനങ്ങളോട് വിളിച്ചു പറയുക. 2, ഞാൻ ഈ സത്യങ്ങളെല്ലാം ജനങ്ങളോട് വിളിച്ചു പറയും. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. മാത്യു പറയും നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഒരു പട്ടി പോലും നിങ്ങൾ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അതിന് അങ്ങേര് പറയും ആയിക്കോട്ടെ ഞാൻ വിളിച്ചു പറഞ്ഞ് നോക്കട്ടെ, ആരൊക്കെ എന്നെ വിശ്വസിക്കുമെന്ന് നോക്കാലോ. എന്നിട്ട് അങ്ങേര് എഴുന്നേറ്റ് നടക്കുന്ന നേരം മാത്യു അങ്ങേരുടെ പിന്നാലെ ഓടിച്ചെന്ന് പറയും നമുക്ക് ശരിയാക്കാം, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അങ്ങേര് കയ്യിലുണ്ടായിരുന്ന മാത്യുയുടെ നോവലിലേക്ക് അങ്ങേരുടെ നമ്പർ എഴുതി കൊടുത്ത് പറയും 2 ദിവസം അതിനുള്ളിൽ നീ ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ട് ഈ നമ്പറിൽ എന്നെ വിളിക്കണം. മാത്യുക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങേർക്കുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ അങ്ങേര് സത്യങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറയും. എന്തായാലും 2 ദിവസം കഴിഞ്ഞു. മാത്യു ആണെങ്കിൽ ഇതിനൊരു പരിഹാരവും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങേര് വിളിക്കുന്ന നേരത്താണെങ്കിൽ അവൻ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യയുടെ അമ്മ മാത്യുയോട് പറയുക നിനക്കൊരു കോള് വന്നിട്ടുണ്ട്, നിന്റെ ഒരു കൂട്ടുകാരനാണ്, പേര് ലിയോൺ വോബൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ഓടിച്ചെന്നാൽ ഫോൺ എടുക്കുന്ന നേരം നമ്മുടെ പട്ടാളക്കാരൻ ആശാനാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങേര് പറയും നീ 2 ദിവസമായി ഫോൺ എടുക്കുന്നില്ല, നീ 2 ദിവസം കൊണ്ട് ഇതിനെല്ലാം പരിഹാരം കണ്ട് എന്നെ വിളിക്കാന്നാണ് പറഞ്ഞിരുന്നത്, നീ ഇപ്പോൾ വാക്ക് തെറ്റിച്ചു, ഇനി എനിക്കൊന്നും പറ്റില്ല, എനിക്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞേ പറ്റൂ. മാത്യു ടെൻഷനായിട്ട് വേണ്ട ഇവിടെ കുറേ ഗണ്ണുകളുണ്ട്, എല്ലാം 1800 കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്ത ഗണ്ണുകളാണ്, നിങ്ങൾക്ക് അത് പറ്റുമോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം. എന്തായാലും പട്ടാളാശാന് ഗണ്ണ് കിട്ടിയാലും കുഴപ്പമില്ല, വലിയ വലിയ ലേലങ്ങളിൽ പിടിച്ചെടുത്തിരിക്കുന്ന ഗണ്ണുകളാണ് ഈ വീട്ടിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിറ്റ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാശ് കിട്ടും. അങ്ങനെ അങ്ങേരോട് സംസാരിച്ച് തിരിയുന്ന നേരത്താണ് തൊട്ട് പിന്നിലേക്ക് കസിൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന നേരം മാത്യു പറയും ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. എന്നാൽ തൊട്ട് പിന്നാലെ തന്നെ ഭാര്യയും ചോദിക്കും എന്താ പ്രശ്നം, നിങ്ങൾക്ക് കുറച്ച് ദിവസമായല്ലോ കുറേ കോളുകൾ വരുന്നു, നിങ്ങളാണെങ്കിൽ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അതിന് മാത്യു എനിക്ക് നിന്റെ ലാപ്ടോപ്പ് വേണമെന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് ചെയ്യുക, കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കില്ല. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ മാത്യു ആണെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഒരു കള്ളനെ പോലെ വീടിന്റെ ഡൈനിങ് ഹാളിലേക്ക് വരികയാണ്. അവൻ എങ്ങനെയാലും ഇവിടെ നിന്ന് ഗണ്ണ് കട്ടെടുത്ത് ആശാന് കൊണ്ടു കൊടുക്കണം, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് 1-2 വില കൂടിയ ഗണ്ണുകളെല്ലാം എടുക്കും. എന്നാലും അങ്ങേർക്ക് തികയുമോ ഈ ഗണ്ണുകളെല്ലാം എന്നറിയില്ല. അങ്ങനെ വലിയൊരു ഗണ്ണ് എടുക്കാൻ നേരം അതിനാണെങ്കിൽ കുറച്ച് വില കൂടുതലാണ്. പക്ഷെ എന്തോ മാത്യുക്ക് അതെടുക്കാനായിട്ട് തോന്നില്ല. അത് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണ്ണാണ്. അതുകൊണ്ട് തന്നെ അതെടുക്കാതെ അവിടെ ഉണ്ടായിരുന്ന ചില്ല്, വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്തുള്ള ചില്ല് ഇടിച്ചു പൊളിച്ച് അവൻ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇങ്ങനാണെങ്കിൽ വീട്ടുകാർ വിചാരിക്കുക പുറത്തുനിന്ന് ആരോ വന്ന് ചില്ലെല്ലാം കുത്തി പൊളിച്ച് ഇവിടെ നിന്ന് ഗണ്ണ് എടുത്തു കൊണ്ടുപോയിരിക്കുകയാണെന്നാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ പോലീസുകാരെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. കള്ളൻ ഗ്ലൗസ് ഇട്ടത് കൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും കള്ളൻ എങ്ങനെയെങ്കിലും പിടിക്കാന്നാണ് പോലീസുകാർ പറയുന്നത്. മാത്യു ആണെങ്കിൽ പോലീസുകാരോട് സംസാരിച്ചാൽ ഒന്നും കയ്യിൽ നിൽക്കില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ ഒരു കോള് വന്ന പോലെ ദൂരെ നിന്ന് ആരെയോ വിളിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ പോയിട്ടാണ് അവൻ അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് തന്നെ. എന്നാൽ അവൻ സംസാരിക്കുന്നതെല്ലാം തൊട്ട് മേലെ നിന്ന്
കസിൻ കാണുന്നുണ്ട്. അവന് മാത്യുവോട് എന്തോ ഒരു സംശയം, ഇനിയെങ്ങാൻ ഇവനെങ്ങാനാണോ ഇവിടെ നിന്ന് ഗണ്ണ് കൊണ്ടുപോയിരിക്കുന്നത്. അവൻ അപ്പം തന്നെ മാത്യുയുടെ റൂമിലേക്ക് ചെന്ന് ആ ഗണ്ണ് അവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വിചാരിക്കും. എന്നാൽ ഇതേ സമയത്താണ് മാത്യു അച്ഛനോടുള്ള സംസാരമെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വരുന്നത്. റൂമിലാണെങ്കിൽ കസിൻ ആ ഗണ്ണ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്യു റൂമിനടുത്തെത്തുമ്പോഴാണ് അകത്തിന്നാരോ എന്തോ ഒരു പണിയെടുക്കുന്ന ശബ്ദം കേൾക്കുക. എന്നാൽ അതേ സമയത്ത് തന്നെ കസിന് അകത്തുണ്ടായിരുന്ന ഒരു പെട്ടിയിൽ വെച്ച് ഒരു ബാഗിലുള്ള നിലയിൽ ആ ഗണ്ണുകൾ രണ്ടും കിട്ടി. നമ്മുടെ ആളകത്തേക്ക് കയറുമ്പോൾ തന്നെ അങ്ങനെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ ഗണ്ണുകളുമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ മാത്യു അങ്ങനെ പിടിച്ചു വെക്കും. കസിൻ ആണെങ്കിൽ അതെങ്ങനെയും അവിടെ നിന്ന് കൊണ്ടുപോയേ പറ്റൂ. മാത്യു അവനെ പിടിച്ചു വെക്കാൻ നോക്കുന്ന നേരം അവൻ മാത്യുവെ താഴെ കിടത്തി അവന്റെ കഴുത്ത് പിടിച്ചു വെക്കും. ആ വലിയ ബടാ ശരീരത്തിന് മുന്നിൽ മാത്യുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നാൽ തൊട്ടടുത്തായിട്ടാണ് ആ ഗണ്ണ് വീണ് കിടക്കുന്നത്, ചെതറി കിടക്കുന്നത്. ആ ഗണ്ണെടുത്ത് കസിന്റെ തലമണ്ടയ്ക്കിട്ട് ഒരൊറ്റ അടിയാണ്. ആ ഒരൊറ്റ അടി തന്നെ അവന്റെ തലയും പൊളിഞ്ഞ് ബോധം പോയിട്ട് അവൻ താഴെ വീഴും. എന്നാൽ എഴുന്നേറ്റ് അവനെ തട്ടി നോക്കുമ്പോഴാണ് മനസ്സിലാവുക ബോധം പോവുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവൻ മരിച്ചു. ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുമെന്ന് മാത്യു തീരെ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ ആകെ ശോകഭൂകനായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞാണ് നമ്മുടെ ആൾക്ക് ബോധം വരുന്ന തന്നെ. അപ്പം തന്നെ എഴുന്നേറ്റ് കസിന്റെ തലയിൽ ഒരു കവർ ഇട്ടുകൊണ്ട് അവനെ സ്റ്റോർ റൂമിൽ കൊണ്ടു ചെന്ന് അടയ്ക്കും. പുറത്തേക്ക് നോക്കുന്ന നേരത്ത് ഭാര്യയും അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കുറച്ച് അകലേക്ക് പോയതായിരുന്നു. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്ന കാണുന്ന നേരം മാത്യു കസിന്റെ റൂമിലേക്ക് ഓടി അവൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒരു കവറിലിട്ട് ഒരു ബാഗിലിട്ട് അതും ആ സ്റ്റോർ റൂമിൽ കൊണ്ട് ചെന്ന് അടയ്ക്കും. എന്നാൽ ഇത് മാത്രം ചെയ്താൽ പോരാ, റൂമിൽ ചോരയെല്ലാം വീട് കിടക്കുന്നുണ്ട്. അവൻ ഓടി വന്ന് ആ ചോരയെല്ലാം തുടച്ചു മാറ്റി ആ ഗണ്ണുകളെല്ലാം വീണ്ടും സേഫ് ആക്കി വെക്കുന്ന നേരം ഭാര്യയാണെങ്കിൽ റൂമിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവള് ഡോർ തുറക്കാൻ നേരം മാത്യു ഓടി വന്ന് തലയിൽ ഒരു ഹെഡ്സെറ്റും വെക്കും. എന്നാൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ചോര അവനത് കണ്ടില്ല. എന്നാൽ അവള് വാതിൽ തുറക്കുന്ന നേരത്തേക്ക് മാത്യു രണ്ട് കൈയും അവിടേക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. അന്നേരം അവള് ചോദിക്കും, ഇന്ന് രാത്രി ഡിന്നർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കാനായിട്ട് വരുമോ, ഞാൻ കുളിച്ചു മാറ്റിയിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിക്കുന്ന നേരം അവൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലും. കുറച്ച് കഴിഞ്ഞ് മാത്യു കൈയും കാലും എല്ലാം കഴുകി കുളിച്ച് മാറ്റി താഴത്തേക്ക് ഇറങ്ങുന്ന നേരം അച്ഛൻ ചോദിക്കും, നീ ഇവിടെ കസിനെ കണ്ടിരുന്നു? ഒരു 10 മിനിറ്റ് മുന്നേ ആരോടെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിരുന്നു, പിന്നെ ഞാനൊന്നും കണ്ടില്ല. അതിന് അങ്ങേര് പറയും, എന്നാൽ പിന്നെ അവൻ ഇവിടുന്ന് പോയിട്ടുണ്ടാകും, അവന്റെ റൂമിലും കാണുന്നില്ല, എല്ലാ സാധനങ്ങളും കെട്ടിപ്പെറുക്കിയാണ് പോയിട്ടുള്ളത്. പിന്നെ ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല, അവൻ സാധാരണയായിട്ട് ഇതുപോലെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാണ്. എന്നിരുന്നാലും അവനെ ഒന്ന് വിളിച്ചു നോക്കാനായിട്ട് പറയുന്ന നേരം ഭാര്യയാണെങ്കിൽ അവനെ വിളിച്ചു നോക്കാണ്. എന്നാൽ കസിന്റെ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ടുണ്ടോന്ന് മാത്യുക്ക് അറിയില്ല. അവൻ റൂമിലേക്ക് മെല്ലെ തിരിഞ്ഞ് നടന്ന് പിന്നെ ഒരു ഒറ്റ ഓട്ടാണ് റൂമിലേക്ക് ഓടി എത്തുന്ന നേരം ആ കോൾ കട്ടായിട്ടുണ്ട്. എന്നാൽ ആ ശബ്ദമൊന്നും അവരെ കേട്ടിട്ടില്ല. കോൾ ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ താഴെ നിന്ന് ഭാര്യ അവന് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ എന്താ പറയാതെ ഇവിടുന്ന് ഇറങ്ങി പോയെന്ന് ചോദിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് അതിന് ടെക്സ്റ്റ് റിപ്ലൈ വരുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ടതുണ്ട്, നിങ്ങൾ നോക്കണ്ട, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചെത്തൂ. എന്നാൽ നമുക്കറിയാം ഈ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മാത്യു തന്നെയാണ്. അവനൊന്നും അറിയാത്ത പോലെ തിരിച്ചങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെ രാത്രി അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് റൂഫിൽ നിന്ന് മേലെ സ്റ്റോർ റൂമിന്റെ ഭാഗത്ത് നിന്ന് ചോര ചെറുതായിട്ട് കിനിഞ്ഞ് താഴെ കുറ്റി വീഴുന്നത്. അത് കണ്ട് മാത്യു പേടിച്ചിരിക്കുന്ന നേരം ആലീസ് ചോദിക്കും, എന്താ പറ്റിയേ? ഒന്നുമില്ലാന്ന് പറഞ്ഞുകൊണ്ട് മാത്യു ബോധത്തിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുക ശരിക്കും അവന്റെ മൂക്കിൽ നിന്നാണ് ചോര വരുന്നത്. എന്താ പറ്റിയെന്ന് അവരൊന്നുകൂടെ ചോദിക്കുന്ന നേരം, ഇല്ല ഒന്നുമില്ല, എനിക്കിപ്പോൾ എന്തോന്ന് സംഭവിച്ചാന്ന് പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് ചെല്ലും. കുറച്ച് സമയം കഴിയുന്ന നേരം അവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ആലീസ് അവളുടെ പട്ടിക്കുട്ടിയായിട്ട് റൂമിലേക്ക് ചെല്ലും. അകത്തേക്ക് കയറുന്ന മുതൽ ആ പട്ടിക്കുട്ടിയാണെങ്കിൽ സ്റ്റോർ റൂമിന്റെ ഡോറിന് മുന്നിൽ വന്ന് കൊരകൊരോ കൊരകൊര, അതാണെങ്കിൽ കൊര നിർത്തുന്നില്ല. ഇത് കാണുന്ന മാത്യു ടെൻഷനായിട്ട്, നീ കുറെ നേരമായാലും പിന്നെ റൂമിലേക്ക് കയറി വരുന്നത്, എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പുറത്തേക്ക് അയക്കും. രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുന്ന നേരം മാത്യു ആ ബോഡി സ്റ്റോർ റൂമിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് വലിയൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടിവെക്കും. നല്ല വൃത്തിയായിട്ട് കെട്ടി വെക്കുന്നുണ്ട്. മാത്യു പണ്ടൊരു ക്ലീനിങ് സ്റ്റാഫ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അവന് വലിയ പാടൊന്നുമില്ല. വളരെ വൃത്തിയായിട്ട് തന്നെ അവനതെല്ലാം കെട്ടി കൂട്ടുന്നുണ്ട്. എന്നിട്ട് അവന്റെ ബോഡിയും അവന്റെ ബാഗും കൂടെ ജനലിൽ കൂടെ പുറത്തേക്ക് തള്ളിയിടും. എന്നിട്ട് ആ ജനലി വഴി തന്നെ താഴേക്ക് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ ഇറങ്ങാൻ പറ്റുന്നില്ല, വീഴാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ചെയ്തല്ലേ പറ്റൂ. എങ്ങനെയോ താഴെ ഇറങ്ങി ആ ബോഡിയും വലിച്ചുകൊണ്ട് നേരെ കടൽ തീരത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽ ആ ബോഡിയും അവന്റെ ബാഗും വെച്ചിട്ട് കുറച്ച് ദൂരേക്ക് ചെല്ലും. അവിടെ നിന്ന് അവന്റെ ബാഗും ബോഡിയും കൂടെ കടലിലേക്കിട്ട് അത് താഴ്ത്താനുള്ള എന്തോ ഒരു പ്ലാനിൽ നിൽക്കുന്ന നേരത്താണ് ദൂരെ നിന്നൊരു ബോട്ട് അവന്റെ അടുത്തേക്ക് വരുന്നത്. അത് കാണുന്ന നേരം തന്നെ മാത്യു പെട്ടെന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് സ്റ്റാർട്ട് ആവുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് എടുത്തി ചാടും. അങ്ങനെ നേരം വെളുക്കാൻ നേരത്ത് അവൻ നീന്തി ചെന്ന് എത്തിപ്പെടുന്നത് ആ വീടുള്ള സ്ഥലത്ത് നിന്നും കുറച്ച് അകലേക്കാണ്. ഇനി ഇവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നേ പറ്റൂ. അങ്ങനെ അവൻ വീട്ടിലേക്ക് നടക്കുകയാണ്. ഒരു നോവൽ മോഷ്ടിച്ചതിന്റെ പേരിലാണ് അവൻ ഇതെല്ലാം കഷ്ടപ്പെടുന്നത്. എന്തെങ്കിലും കുപ്പിയോ പാട്ടയോ കട്ടിരുന്നെങ്കിൽ അവൻ ഇത്ര കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ അഭിമാനത്തിനും പ്രശ്നമാണ്, ജീവിക്കാനും പറ്റുന്നില്ല. എന്തായാലും കുറേ ദൂരം നടന്ന് ഏതോ ഒരു കാട്ടിക്കൂടെയൊക്കെയാണ് അവസാനം വീട്ടിലെത്തുക. ഭാര്യ അറിയാതെ ഭാര്യ ഉറങ്ങുന്ന സ്ഥലത്ത് വന്ന് അവളുടെ തൊട്ടടുത്ത് അവൻ കിടക്കും. എന്നാൽ അവൻ ഈ രാത്രി പോയതും തിരിച്ചു വന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവൾ അറിയുന്നില്ല എന്ന് വിചാരിക്കേണ്ട. ശരി, അവൾ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ എന്തിനാണ് പോയെന്നൊന്നും അറിയില്ല. എന്തായാലും അവൻ തിരിച്ചു വന്ന് കിടന്ന കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാം അറിയുന്നവളാണ് ഇപ്പം ആലീസ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ ആള് ആശാന്റെ കൂടെ കാറിലാണ് ഇരിക്കുന്നത്. പട്ടാളത്തിലെ ആശാന്റെ കൂടെയാണ് കാറിൽ ഇരിക്കുന്നത്. അങ്ങേർക്ക് ആ ഗണ്ണ് കൊടുക്കുന്ന നേരം ആ ഗണ്ണ് അങ്ങേർക്ക് ബോധിച്ചു. ഇതുപോലെ വേറെ എന്തെല്ലാം സാധനങ്ങൾ ആ വീട്ടിലുണ്ടെന്ന് ചോദിക്കുന്ന നേരം മാത്യു പറയും, ഞാൻ നിങ്ങൾക്ക് തരേണ്ട സാധനം തന്നു, ഇനി എന്തെങ്കിലും കൊണ്ടുപോയി പണ്ടാരടങ്ങ്. എന്നിട്ട് ഇറങ്ങാൻ നോക്കുന്ന നേരം അങ്ങേര് ദേഷ്യം വന്നവനെ പിടിച്ചു വെക്കും.
ചോദിക്കും. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു, എൻ്റെ അച്ഛനും ഒരു പട്ടാളക്കാരനായിരുന്നു. 1962 അൾജീരിയയിൽ വെച്ചാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു ലിയോൺ വോബൻ. അതുകൊണ്ട് ഞാൻ ഈ കാശുകളെല്ലാം നിന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അവകാശമാണ്, അല്ലാതെ നീ അതിനൊന്നും കണക്ക് പറയാൻ നിൽക്കണ്ട. എന്നിട്ട് അങ്ങേര് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് അകലെയായിട്ട് പോലീസുകാരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. പോലീസുകാരുടെ അടുത്ത് ചെന്ന് അങ്ങേര് ഒറ്റയെന്ന് വിചാരിക്കുമ്പോഴാണ് അങ്ങേര് അവിടെ നിന്നും ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും ഇത് കണ്ട് പേടിച്ചിരിക്കുന്ന മാത്യുക്ക് മനസ്സിലായി അങ്ങേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് പിടിപാടുള്ള മനുഷ്യനാണ് അങ്ങേര്. തിരിച്ച് വീട്ടിലെത്തുന്ന നേരം ഭാര്യയാകിയ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന നേരം മാത്യു പറയും, ഞാൻ ഇന്നലെ രാത്രി മുഴുവനും കഥ എഴുതുമൊന്നുമല്ല, നിങ്ങൾ എന്തോന്ന് മറച്ചു വെക്കുന്നുണ്ട്. കുറേ ദിവസമായി നിങ്ങൾക്ക് കുറേ കോളുകൾ വരുന്നു, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട ഇന്റർവ്യൂകളൊന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മാത്യു അതിനും എന്തോ ഒരു ഞൊണ്ടി ന്യായം പറയാൻ നിൽക്കുന്ന നേരം അവൾ പറയും, ഞാനിപ്പോൾ ഗർഭിണിയാണ്. അതെന്തായാലും നല്ലൊരു കാര്യമില്ലെന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അവൾ ഓടിച്ചെന്ന് ബാത്റൂമിൽ കയറി ഡോർ അടയ്ക്കും. മാത്യു കരഞ്ഞോണ്ട് ആ ഡോറ് തുറക്കാൻ പറഞ്ഞാലും സത്യങ്ങളൊന്നും അറിയാതെ ഞാൻ ഈ ഡോർ തുറക്കില്ലെന്നാണ് അവൾ പറയുക. അവൻ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം അവനെ കൊണ്ട് പറ്റില്ല. അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് വിചാരിക്കും. ഇനിയൊന്നും അവൻ നോക്കില്ല. ആലീസ്, ആളുകൾ വിചാരിക്കുന്ന പോലെ ഞാൻ നല്ലൊരു എഴുത്തുകാരനല്ല, ഇനി അതുപോലുള്ള ഒരു എഴുത്ത് എനിക്ക് എഴുതാനും പറ്റില്ല. എൻ്റെ ഇപ്പോഴത്തെ ആകെയുള്ള ടെൻഷൻ നിന്നെ എനിക്ക് നഷ്ടമാകുമോ എന്നാണ്. നീ ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും അവൻ സത്യങ്ങളൊന്നും മുഴുവനായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ പറയേണ്ട എന്തോ ഒരു കാര്യം അവൻ പറഞ്ഞു കഴിയുകയും ചെയ്തു. അത് കേൾക്കുന്ന നേരം ഭാര്യ പുറത്തേക്ക് വരും. അവളാണെങ്കിൽ അവന് ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ അവളെ വിട്ടുപോകുമെന്ന്, അത് മാറ്റി കൊടുക്കാനായിട്ട് ഒരു കിസ് ചെയ്യും. എന്താണെന്നറിയില്ല, ഫ്രഞ്ചുകാർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കിസ്സാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വെറൈറ്റി ആയിട്ട് ഒരു കിസ്സിൻ്റെ പേര് കേട്ടത് തന്നെ ഫ്രഞ്ച് കിസ്സാണ്. എന്തായാലും മാത്യു ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചതുകൊണ്ട് തന്നെ ഇനി പുതുതായിട്ട് നല്ലൊരു നോവൽ എഴുതാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ ഭാര്യയുടെ ലാപ്ടോപ്പ് മുന്നിൽ വെച്ച് അവനൊരു നോവൽ എഴുതാനായിട്ട് തുടങ്ങും. ഇതുവരെ നല്ലൊരു നോവൽ എഴുതാനായിട്ട് അവന് പറ്റിയില്ലായിരുന്നല്ലോ, പക്ഷെ അവൻ ഇപ്പോൾ എഴുതുന്നത് അവനെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ എഴുത്ത് അതൊരു വരദാനമാണ്. അറിയാത്തവൻ അത് ചെയ്താൽ അതിൻ്റെ ബാക്കിയും അവനെന്തോ എഴുതുന്നുണ്ട്. ശരിക്കും അവനെക്കുറിച്ച് തന്നെയാണ് അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പഴയ പോലെ തന്നെ രാവും പകലും നോക്കാതെ എഴുത്തോടെ എഴുത്ത് എങ്ങനെയും കര കയറുമെന്ന് വിചാരിക്കുക. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൻ ആ നോവൽ എഴുതി തീർക്കും. അവസാനം അതിന് അവനൊരു പേരും ഇട്ടുവെക്കും, കാപ്പട്ടിയും. അതിൻ്റെ അടിയിൽ അവൻ്റെ പേരും മാത്യു വസർ. അങ്ങനെ ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് സമാധാനം എന്താണെന്ന് അവനൊന്ന് അറിയുന്നത്. കാറ്റും കൊണ്ടുകൊണ്ട് ജനലെടുത്ത് അവൻ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമാധാനം ഒന്ന് ഊട്ടിയുറപ്പിക്കാനായിട്ട് അവൻ കടൽ തീരത്തേക്ക് ചെല്ലുന്ന നേരം ദൂരെയായിട്ട് പോലീസുകാർ ബോട്ടിലേക്ക് കസിൻ്റെ ബോഡി എടുത്തിടുന്നതാണ് കാണുന്നത്. ഒരു ഹെലികോപ്റ്റർ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് വലിയൊരു കേസിലേക്കാണ് പോകുന്നതെന്ന് മാത്യുക്ക് മനസ്സിലായി. അങ്ങനെ വീണ്ടും മാത്യുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കോഴിക്കോട്ടുകാർ പറയുന്ന പോലെയാണെങ്കിൽ മാത്യുക്ക് എന്ത് കാട്ടണം എന്നറിയില്ല. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് പോലീസുകാർ വീട്ടിലെത്തി. അവർ ചോദിക്കുകയാണ്, അവന് ഇങ്ങനെ മിസ്സായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല, ഒരു കേസ് പോലും നിങ്ങൾ കൊടുത്തില്ല. അച്ഛൻ പറയും, സാധാരണയായിട്ട് അവൻ ഇതുപോലെ ഇവിടുന്ന് പോകുന്നതാണ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരികയും ചെയ്യും, ഞങ്ങൾ അതുപോലെയാണെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യമാക്കിയില്ല. പോലീസുകാർ പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ ബോഡിയിൽ നിന്ന് മറ്റൊരാളുടെ തൊലി കൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ അയൽക്കാരുടെയും ഒരു DNA ടെസ്റ്റ് ഞങ്ങൾ നടത്തും. ഞങ്ങൾ എന്തായാലും അവനെ പിടിച്ചിരിക്കും, നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങും. എന്നാൽ മാത്യുക്ക് അറിയാം, DNA ടെസ്റ്റ് നടത്തിയാൽ അവൻ എന്തായാലും പെടും. അവനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലാവും. വീണ്ടും മാത്യു ടെൻഷനായി റൂമിൽ വന്ന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് വീണ്ടും ഒരു കോള് വരുന്നത്. ആരാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ ആശാനാണ് വിളിക്കുന്നത്. അങ്ങേര് പറയാ, നീ സത്യം എത്രയൊക്കെ മറച്ചു വെച്ചാലും അത് മണ്ണും മാറ്റിയിട്ട് വീണ്ടും പുറത്തേക്ക് വരും. സത്യമൊന്നും പുറത്ത് വരണ്ടെന്നുണ്ടെങ്കിൽ നീ എനിക്ക് വീണ്ടും കാശ് തരണം. നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇനിയും കാശില്ലാന്ന് പറയുമ്പോഴേക്ക് അങ്ങേര് കോള് കട്ട് ചെയ്തു. മാത്യു ഇനി എന്ത് ചെയ്യും? അവൻ ആരെ കാണും? അവൻ എന്ത് പ്രതിവിധിയായിരിക്കും ഇനിയിപ്പോൾ ഇതിനെല്ലാം കൂടെ ചെയ്യുക? അതൊന്നും നമുക്കും അറിയില്ല. എന്തായാലും അന്ന് രാത്രി തന്നെ അവൻ ഇതിനെല്ലാം കൂടെ ഒരു തീരുമാനം കണ്ടുപിടിച്ചു. അവൻ കാറിൽ ഇപ്പോൾ വേഗത്തിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ച് ചാവാന്നാണ് വിചാരിക്കുന്നത്. തൊട്ട് മുന്നിൽ തന്നെയാണെങ്കിൽ ഒരു പാറക്കെട്ടാണ് കാണുന്നത്. അവൻ അതിന് ഇടിക്കാന്ന് വിചാരിച്ച് ചെന്ന് അതിന് ഇടിക്കാൻ നിൽക്കുന്ന നേരം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും. ചാവാനായിട്ട് ഇറങ്ങിയതായിരുന്നു ശരിക്ക്, പക്ഷെ എന്തോ ഒരു പേടി. അവൻ എന്തായാലും മറ്റെന്തെങ്കിലും വഴി കിട്ടുമോ എന്ന് ചിന്തിച്ച് നോക്കും. എന്തായാലും കിട്ടിയോന്ന് അറിയില്ല, എന്തെല്ലാമോ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഭാര്യ വീട്ടുകാർ കസിൻ മരിച്ച വിവരം അറിയിക്കാനായിട്ട് പാരീസിലേക്ക് പോവുകയാണ്. അവരെല്ലാവരും കൂടെ അവൻ്റെ വീട്ടിൽ പോയിട്ട് കാര്യം അറിയിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ അമ്മ പോകുന്നത് കണ്ടാൽ മൂന്നാറിലേക്ക് ടൂറിന് പോകാമെന്ന് വിചാരിക്കും. അതുപോലെയാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ മാത്യു ആണെങ്കിൽ അവരുടെ കൂടെ പോകുന്നില്ല. അവൻ എന്തോ ഒരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയാണ് അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുക. ആലീസിനാണെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിൽ അവനെ വിട്ടുപോകാനും തോന്നുന്നില്ല. എന്തായാലും പോകാൻ നേരത്ത് അവനൊരു ഉമ്മയും കൊടുക്കണമെന്നുണ്ട്. പക്ഷേ വീട്ടുകാരൊക്കെ ഉള്ളതല്ലേ, വേണ്ടാന്ന് വിചാരിക്കും. അങ്ങനെ അവനോടും യാത്ര പറഞ്ഞ് അവരെല്ലാവരും കൂടെ പാരീസിലേക്ക് പോയി. മാത്യു ആണെങ്കിൽ വീട്ടിൽ ചെയ്യാനുള്ള ജോലികളെല്ലാം ചെയ്തു തീർത്ത് കെട്ടുപാടങ്ങളും എല്ലാം കാറിലിട്ട് അവൻ രാത്രി തന്നെ പാരീസിലേക്ക് പോവാണ്. എന്നാൽ ശരിക്കും അവൻ പോകുന്നത് പാരീസിലേക്കല്ല, ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ പാർക്കിങ്ങിലേക്കാണ്. അവൻ ആശാനെയാണ് കാത്തിരിക്കുന്നത്. അവൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാത്രിയാകുമ്പോൾ ഭാര്യ വീട്ടിൽ ആരും ഉണ്ടാവില്ല, നമുക്ക് 2 പേർ കൂടി ആ വീട്ടിൽ ചെന്ന് വേണ്ടതെല്ലാം എടുക്കാമെന്ന്. എന്നാൽ അങ്ങേര് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അങ്ങേര് ഇരിക്കുന്ന സീറ്റിൻ്റെ എയർ ബാഗിൻ്റെ ഭാഗത്തേക്ക് അവൻ എന്തോ ഒരു കോയിൻ ഇറക്കി വെക്കും. ഇനി ആ എയർ ബാഗ് പുറത്തേക്ക് വരാൻ പോകുന്നില്ല. മറ്റൊരു കോയിൻ എടുത്ത് അങ്ങേര് സീറ്റ്
സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്ത് വെക്കുന്ന ഭാഗത്ത് കുടുക്കി വെക്കും. ഇനി സീറ്റ് ബെൽറ്റും ലോക്ക് ആവാനായിട്ട് പോകുന്നില്ല. അപ്പോഴാണ് ഇതിഹാസ താരം ആശാൻ അങ്ങോട്ട് വരുന്നത്. മാത്യു കാർ ഓടിച്ച് അങ്ങേരെ തൊട്ടടുത്ത് കൊണ്ട് നിർത്തും. അങ്ങേരെ കാറിനകത്തേക്ക് കയറിയിട്ട് സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് ലോക്ക് ആവുന്നില്ല. പുല്ല് എന്തേലും ആവട്ടെ, ആ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ചോദിക്കുന്ന നേരം മാത്യു പറയും പഴയ പെയിന്റിങ്ങുകൾ, തോക്കുകൾ, കുറെ കാശുകൾ, നിങ്ങൾക്ക് വേണ്ട എന്തോ അവിടെയുണ്ട്. മാത്യു ഇതെല്ലാം പറയുന്നത് കുറച്ച് ദേഷ്യത്തിലും കുറച്ച് ടെൻഷനിലും ഒക്കെ കൂടെയാണ്. അതെല്ലാം ആണെങ്കിൽ അങ്ങേർക്ക് രസിക്കുന്നുണ്ട്. കുറച്ച് ദൂരെ എത്തുന്ന നേരം അങ്ങേര് ചോദിക്കും, നിന്റെ കപട സഹതാപം അറിയിക്കാനായിട്ട് നിന്റെ കസിന്റെ വീട്ടിലേക്ക് നീ പോകുന്നില്ലേ? ശരിക്കും അങ്ങേർക്ക് മനസ്സിലായിട്ടുണ്ട് കസിനെ കൊന്നിരിക്കുന്നത് മാത്യു ആണെന്നുള്ള കാര്യം. മാത്യു ആണെങ്കിൽ അതിനൊന്നും മൈൻഡ് ചെയ്യില്ല. കുറച്ച് ദൂരേക്ക് പോകുന്ന നേരം മാത്യു പെട്ടെന്ന് തന്നെ കാറിന്റെ വേഗത കൂട്ടും. ഇപ്പൊ വമ്പൻ സ്പീഡിലാണ് കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആശാനാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. നീ എന്തോടെ കാണിക്കുന്നത്, വേഗം നിർത്തടോ എന്ന് പറയുമ്പോഴേക്ക് മാത്യു വേഗത്തിൽ ഓടിക്കുന്നത് ആ വലിയ പാർക്കറ്റില്ലായിരുന്നു അതിന്റെ അടുത്തേക്കാണ്. അതിന്റെ അടുത്ത് ചെന്ന് ഒരൊറ്റ ഇടിയാണ്. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയില്ല. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ മാത്യു എയർ ബാഗ് വന്നതുകൊണ്ട് തന്നെ അതിനിടിച്ച് സേഫ് ആയിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. എന്നിരുന്നാലും കുറച്ച് മുറിവുകളെല്ലാം അവന്റെ ദേഹത്ത് പറ്റിയിട്ടുണ്ട്. ആശാനെ നോക്കുകയാണെങ്കിൽ തല ചില്ലിന് ഇടിച്ച് അങ്ങേര് മരിച്ചു കിടക്കാണ്. അങ്ങയുടെ കാര്യം ഇനി നോക്കാനില്ല, അങ്ങേര് മരിച്ചു കഴിഞ്ഞു. നമ്മുടെ ആൾ കാറിൽ നിന്ന് വേച്ച് പുറത്തിറങ്ങി അങ്ങേരുടെ സീറ്റിൽ നിന്ന് അങ്ങേരെ എടുത്തിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കൊണ്ടു ചെന്നിരുത്തും. മാത്യുയുടെ കയ്യിലുണ്ടായിരുന്ന വാച്ച് എടുത്ത് അങ്ങയുടെ കയ്യിലും കെട്ടിക്കൊടുക്കും. എന്നിട്ട് അവൻ കാറിന്റെ പിന്നിൽ നിന്ന് അവൻ കൊണ്ടുവന്നിരുന്ന പെട്രോൾ എടുക്കും. അവൻ ശരിക്ക് കെട്ടുപാണ്ടങ്ങളുമായിട്ട് എടുത്ത് വെച്ചിരുന്ന് ഈ പെട്രോൾ ആയിരുന്നു. അവസാനം അവൻ ആ കാറിന്റെ മേലെ അതെല്ലാം ഒഴിച്ചിട്ട് അവനത് കത്തിച്ച് കളയും. കുറച്ച് ദൂരെ നിന്ന് അവൻ ആ കാർ കത്തുന്നതാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാ കാറിനകത്ത് നിന്ന് കത്തിക്കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ മാത്യു വസറാണ്. ഇനി ആളുകളെല്ലാം വിശ്വസിക്കാൻ പോകുന്നത് മാത്യു മരിച്ചു പോയെന്നാണ്. വിഖ്യാത എഴുത്തുകാരനായ മാത്യു മരിച്ചു പോയെന്നാണ് ആളുകളെല്ലാം വിചാരിക്കുക. അങ്ങനെ സ്വന്തം ജീവിതം കത്തിപ്പോകുന്നതും കണ്ടുകൊണ്ട് മാത്യു തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. അവൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇപ്പൊ 2 ദിവസം കഴിഞ്ഞു. ഏതോ ഒരു ലോഡ്ജിൽ ഒളിച്ചു താമസിക്കുകയാണ് മാത്യു. കുളിച്ച് മാറ്റിയെല്ലാം വന്ന് TV തുറന്നു നോക്കുന്ന നേരം അതിലൊരു ന്യൂസാണ് പറയുന്നത്. റോഡ് ആക്സിഡന്റുകളെല്ലാം കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാലോ 2 ദിവസം മുന്നെയാണ് കാർ ആക്സിഡന്റിൽ സാഹിത്യകാരൻ മാത്യു മരിക്കുന്നത്. അത് സാഹിത്യ ലോകത്തിന് തീരാത്തൊരു നഷ്ടമാണ്. എന്നാൽ ഇതൊന്നും മാത്യുക്ക് കേട്ട് നിൽക്കാനേ പറ്റില്ല. അവൻ അപ്പം തന്നെ TV ഓഫ് ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. മാത്യു ആണെങ്കിൽ അവന്റെ പഴയ ജോലിയായിരുന്ന ക്ലീനിങ് വർക്കിനാണ് ഇപ്പോഴും പോകുന്നത്. വിഖ്യാത എഴുത്തുകാരനായിട്ടുള്ള മാത്യു ആണ് താനെന്ന് ആരും അറിയാതിരിക്കാനായിട്ട് അവൻ ചെറുതായിട്ട് താടിയും മുടിയൊന്നും നീട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലാകും ഇത് തന്നെയാണ് മാത്യു വസ്ത്ര എന്ന കാര്യം. പക്ഷെ സിനിമയിലും അങ്ങനെ തന്നെയാണ് അവർ കാണിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഇതിപ്പോ നമ്മുടെ പഴയ സിനിമയിൽ ഒരു കുരു വെച്ചാൽ ആള് മാറുന്ന പോലെയാണ്. കുറച്ച് താടി വന്നപ്പോഴേക്ക് ആർക്കും അവനെ മനസ്സിലായില്ല. അത് മാത്രം ഒന്ന് കണ്ണടക്കുകയാണെങ്കിൽ മാത്യു അവിടെ നിന്ന് കാശും വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് നടന്നു പോകുന്നത്. പോകുന്ന വഴിക്കാണ് അവൻ കാണുന്നത് അവൻ അവസാനം എഴുതിയിരുന്ന നോവലില്ലായിരുന്നോ കാപ്പട്യം. അവൻ അവനെക്കുറിച്ച് തന്നെ എഴുതിയിരുന്നൊരു നോവല്. എത്രത്തോളം അവനെക്കുറിച്ചാണെന്ന് അറിയില്ല. എന്നിരുന്നാലും അവൻ അവസാനം എഴുതിയിരുന്ന നോവല് അതവിടെ പബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന്റെ അടുത്ത് തന്നെ അവന്റെ ഒരു ഫോട്ടോയും കൂടെ ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവൻ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും അവൻ ആ നോവൽ എഴുതിയിരുന്നത് അവന്റെ ഭാര്യയുടെ ലാപ്ടോപ്പിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആ നോവൽ പബ്ലിഷ് ചെയ്തു. അതാണെങ്കിൽ അവന്റെ ആദ്യത്തെ നോവൽ പോലെ തന്നെ ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ നോവലിന്റെ അത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയില്ല. എന്നിരുന്നാലും ആളുകൾക്ക് എല്ലാവർക്കും ഈ നോവൽ ഇഷ്ടപ്പെട്ടു. അവൻ ആ കടയിലേക്ക് കയറാൻ നിൽക്കുന്നവരാണ്. അതിനകത്ത് തന്നെ അവന്റെ ഭാര്യ ആലിസ് ആ നോവൽ എല്ലാവർക്കും വായിച്ചു കൊടുക്കുന്ന കാണാം. അത് വായിച്ചു കഴിയുമ്പോൾ തന്നെ എല്ലാവരും കൈയടിക്കും. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വമ്പൻ പ്രശംസയാണ് ആ നോവലിന് ഇപ്പൊ കിട്ടിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അതെല്ലാം ഏറ്റുവാങ്ങാനായിട്ട് മാത്യു ഇപ്പൊ അവിടെ ഇല്ല. അവൻ മരിച്ചു പോയല്ലോ. എന്നിരുന്നാലും ഭാര്യയെ കാണുന്ന നേരം അവന് വിഷമാവുന്നുണ്ട്. നോവൽ വായിച്ചു കഴിയുന്ന അവള് തൊട്ടടുത്തുണ്ടായിരുന്ന ആളുടെ അടുത്ത് നിന്നും ഒരു ചെറിയ കൊച്ചിനെ വാങ്ങുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ വാങ്ങുന്നുണ്ട്. അതാരാന്ന് വെച്ചാൽ മാത്യുയുടെ മകളാണ്. എന്നാൽ അവൻ ഇത്രയും കാലം അറിഞ്ഞില്ല അവൻ ഇതുപോലെ ഒരു കുട്ടി ഉണ്ടായിരിക്കുന്ന കാര്യം. ഇതെല്ലാം കാണുമ്പോൾ അവന് വീണ്ടും വിഷമാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആരോട് സഹായം ചോദിക്കണമെന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവന് പഴയ മാത്യു വസറാവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു നടക്കുകയാണ് തെരുവിലേക്ക്. എന്നാൽ അവൻ പോയി കഴിയുന്ന നേരത്ത് ആലീസിന് അവന്റെ എന്തോ ഒരു സാന്നിധ്യം തോന്നിയിട്ട് അവൻ നിന്നിരുന്ന ഭാഗത്തേക്ക് തന്നെ അവൾ നോക്കി നിൽക്കുകയാണ്. എന്നാൽ അത് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് അവൾ വിട്ടുകളയും. അതേസമയത്ത് മാത്യു മനസ്സിൽ ഒരിക്കലും തീരാത്ത വേദനകളുമായിട്ട് ആ തെരുവിൽ കൂടെ നടക്കുകയാണ്. അവിടെ വെച്ച് ദ പെർഫെക്റ്റ് മാൻ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. വല്ല മോഷണവും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾ വല്ലതും ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഈ സിനിമ ഒരു പാടാവട്ടെ. ഞാൻ അവസാനം വരെ വിചാരിച്ചിരുന്നത് ഈ നോവല് ലിയോൺ വോബന്റെ പേരിൽ തന്നെ അറിയപ്പെടുമെന്നായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ അല്ല വന്നേ. എല്ലാ സിനിമകളും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ. ആ മാറ്റം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ പ്ലീസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരുന്നെങ്കിൽ. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.